വി എസ് അച്യുതാനന്ദൻ കുട്ടിയായിരിക്കെയാണ് അമ്മയ്ക്ക് വസൂരി പിടിപെട്ട് മരിക്കുന്നത്. ആളൊഴിഞ്ഞ സ്ഥലത്ത് ഓലപ്പുര കെട്ടിയാണ് വി എസിന്റെ അമ്മയെ പാർപ്പിച്ചത്. വേദനിച്ചുള്ള അമ്മയുടെ നിലവിളി കേട്ട് ഓലപ്പുരയ്ക്ക് പുറത്തു നോക്കണമെന്ന് വാശി പിടിച്ച കുട്ടി വളർന്നു വലുതായപ്പോൾ ആരുമില്ലാത്ത സ്ത്രീകളുടെ അതിജീവിതകളുടെ വ്യഥകൾക്ക് പരിഹാരം കാണുമെന്ന ഉറച്ച നിലപാടെടുത്തതിൽ ഒരതിശയവുമില്ല. സ്ത്രീ പീഡകരെ കയ്യാമം വയ്ക്കും, തെരുവിലൂടെ നടത്തിക്കും, എല്ലാ പെണ്ണ് പിടിയന്മാർക്കും ഞാൻ എതിരാണ് എന്ന് ഉറക്കെ പറയാൻ ചങ്കൂറ്റമുണ്ടായിരുന്ന മറ്റൊരു നേതാവും വി എസ് അച്യുതാനന്ദന് മുൻപോ പിൻപോ ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. സൂര്യനെല്ലി കേസ് മുതൽ കിളിരൂർ വരെ വി എസ് എടുത്ത നിലപാടുകൾക്കെതിരെ ഉയർന്ന ശബ്ദങ്ങളിൽ ഒന്നും പതറാതെ, നിലപാടുകളിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ പോരാട്ടം തുടർന്നു നേതാവ്. വി എസിനെ പോലെ ഇത്രയും കർക്കശക്കാരനായ ഒരു നേതാവ് എങ്ങനെ ജനപ്രിയനായി മാറിയെന്ന ചോദ്യത്തിന്റെ ആദ്യ ഉത്തരം കൂടിയാണ് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി വി എസ് എല്ലാ കാലത്തും സ്വീകരിച്ച നിലപാടുകൾ. 1970 ആലപ്പുഴ പീഡന കേസിൽ പോലീസ് തന്നെ പ്രതികളായപ്പോൾ ഏത് വിധേനയും കേസ് അട്ടിമറിക്കാനും ഒതുക്കി തീർക്കാനുമുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത്. 4 കർഷക തൊഴിലാളി യുവതികളെ 8 പോലീസുകാർ ചേർന്ന് ബലാത്സംഗം ചെയ്തെന്ന വാർത്ത. പക്ഷേ ഒതുക്കി വയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പൊളിച്ചത് വി എസ്. അങ്ങനെ നാടറിഞ്ഞ സംഭവം വി എസ് നിയമസഭയിലും എത്തിച്ചു. ഒടുവിൽ 8 പോലീസുകാരുടെ പേരിൽ സർക്കാരിന് കേസെടുക്കേണ്ടി വന്നു. അവിടെ നിന്ന് ഒരു അതിജീവിതയും നീതി കിട്ടാതെ പോകില്ല എന്ന വി എസിന്റെ നിലപാട് വെറും വാക്കല്ല എന്ന് കേരളം പിന്നെ മനസ്സിലാക്കുന്നത് സൂര്യനെല്ലി കേസിലാണ്. പ്രതികൾ പലരും ഉന്നതർ, പ്രമുഖർ. 16 വയസ്സുള്ള പെൺകുട്ടിയെ 40-ലധികം ആളുകൾ 40 ദിവസത്തോളം പീഡിപ്പിച്ച കേസിൽ ഇടപെടാൻ രാഷ്ട്രീയ നേതാക്കന്മാർ മടിച്ചു. അവിടെയും വി എസ് എത്തി. നേരിട്ട് പെൺകുട്ടിയെ കണ്ടു, പിന്തുണ നൽകി. നിരന്തരം ഈ കേസിൽ നീതി ആവശ്യപ്പെട്ട് വി എസ് സംസാരിച്ചുകൊണ്ടേയിരുന്നു. കിളിരൂർ, കവിയൂർ കേസുകൾ വി എസ് എടുത്ത കർക്കശ നിലപാടും പ്രസ്താവനകളും ഒരുപക്ഷെ പാർട്ടിയെ പോലും തെല്ലൊന്ന് വിറപ്പിക്കാതിരുന്നില്ല. വിവിധ സ്ഥലങ്ങളിൽ 1 വർഷത്തോളം പീഡനത്തിനിരയായ യുവതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി പിന്നീടുണ്ടായ അണുബാധയെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയപ്പോൾ കേസ് തന്നെ അതോടെ തീർന്നു എന്ന് കരുതിയവരുണ്ട്. അന്ന് ഈ മരണത്തിൽ ഒരു VIP പങ്കുണ്ടെന്ന് വി എസ് നടത്തിയ പ്രസ്താവന CPMലെ ഒരു ഉന്നത വനിതാ നേതാവിനെ പോലും സംശയത്തിന്റെ നിഴലിലാക്കി. താഴെ തട്ടിലുണ്ടായിരുന്നവരെ മാത്രം കഠിനമായ ശിക്ഷ വിധിച്ച് കേസ് അവസാനിച്ചെങ്കിലും ഈ VIP പരാമർശം ഒരു കാലത്തും വി എസ് തിരുത്തിയില്ല. കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേന്ദ്രീകരിച്ച് ശ്രീദേവി എന്ന സ്ത്രീയുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന സെക്സ് റാക്കറ്റ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പെൺവാണിഭത്തിനായി ഉപയോഗിക്കുന്നു എന്ന പരാതിയിൽ തുടങ്ങിയ ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിലാണ് കേരളത്തിലെ സ്ത്രീ സംഘടനകളുമായി വി എസ് അച്യുതാനന്ദൻ ആദ്യമായി സംസാരിക്കുന്നതും ഇടപെടുന്നതും. വലിയ പ്രക്ഷോഭത്തിന് സ്ത്രീ സംഘടനകൾക്ക് ശക്തി നൽകിയത് എല്ലാവരും പിന്മാറിയിട്ടും ഉറച്ചുനിന്ന വി എസ് തന്നെയാണ്. ആ കേസിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇടതുപക്ഷം നടത്തിയ പ്രക്ഷോഭം പിന്നീട് മയപ്പെട്ടെങ്കിലും വി എസ് പിന്മാറിയില്ല. പുനരന്വേഷണം ആവശ്യപ്പെട്ട് വി എസ് സുപ്രീം കോടതിയിൽ ഹർജി വരെ നൽകി. വിതുര പെൺവാണിഭ കേസിൽ നടൻ ജഗതി ശ്രീകുമാർ പ്രതിയായപ്പോൾ വി എസ് പരസ്യമായി പ്രകടമാക്കുകയായിരുന്നു അനിഷ്ടം. വി എസ് മുഖ്യമന്ത്രിയായിരിക്കെ ഖാദിയുടെ പ്രചാരണത്തിന് ജഗതിയെ ചടങ്ങിൽ പങ്കെടുപ്പിച്ചതിനെതിരെ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തി. ഒപ്പം ജഗതിക്ക് വസ്ത്രം നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും വി എസ് സമ്മതിച്ചില്ല. സ്ത്രീ പീഡന കേസുകളിൽ മാത്രമല്ല, സ്ത്രീകളുടെ അവകാശ സംരക്ഷണ സമരങ്ങളിലെല്ലാം ശക്തിയായി നിന്ന വി എസുമുണ്ട് മലയാളികൾക്ക് മുന്നിൽ. 2015 മൂന്നാറിലെ തോട്ടം തൊഴിലാളികളായ സ്ത്രീകളുടെ പെമ്പിളയൊരുമൈ സമരത്തിന് വി എസ് നൽകിയ അടിയുറച്ച പിന്തുണയാണ് സമരത്തിന് ദേശീയ ശ്രദ്ധ തന്നെ നേടിക്കൊടുത്തത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളിൽ, സ്ത്രീ പീഡന കേസുകളിൽ വാർത്തകളിൽ ഇടം നേടാനും അണികളുടെ കയ്യടി കിട്ടാനും മാത്രം പ്രതികരിക്കുക, 2 ദിവസം കഴിയുമ്പോൾ അത് വിടുക. ആ രാഷ്ട്രീയ രീതി ആയിരുന്നില്ല വി എസിന്റെ പോരാട്ടം. പ്രതികളെ കയ്യാമം വെക്കുന്നതുവരെ പോരാട്ടം തുടരുക, ഈ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമനിർമ്മാണങ്ങളിലേക്ക് കൂടി കടക്കുക. പെണ്ണ് പിടിയന്മാരോട് ഈ നാട്ടിൽ കയ്യാമം വെച്ച് നടത്താൻ ആളുണ്ടെന്ന് ഉറക്കെ പറയാനും ആ നേതാവ് മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞ വാക്ക് നടപ്പിലാക്കാനും വി എസ് ആർജവം കാണിച്ചു. അങ്ങനെ അതിജീവിതകൾക്കും ഒരേ ഒരു വി എസ് ഉണ്ടായിരുന്നു.